ലോകം ഏറെ ആവേശത്തോടെയാണ് റോമിൽ നടക്കുന്ന കർദിനാൾ കൺസിസ്റ്ററിയെ നോക്കിക്കാണുന്നത്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കൺസിസ്റ്ററിയാണ് 2024 ഭാരതസഭയ്ക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ. സഭയുടെ രാജകുമാരന്മാർ എന്നാണ് കർദിനാൾമാർ അറിയപ്പെടുന്നത്. സഭാ നേതൃത്വ ശുശ്രൂഷയിൽ മാർപ്പാപ്പയെ സഹായിക്കുക, മാർപ്പാപ്പയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളാണ് കർദിനാൾമാരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. സഭാമക്കളോട് മാർപ്പാപ്പയുടെ സാമീപ്യം അറിയിക്കുക, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാലതാമസം കൂടാതെ മാർപ്പാപ്പയെ അറിയിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഓരോ രാജ്യത്തു നിന്നും കർദിനാൾമാർ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. കൂടാതെ നിലവിലെ മാർപ്പാപ്പ മരണപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്താൽ അടുത്ത പത്രോസിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം കർദിനാൾ സംഘത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ വർഷം ഫ്രാൻസിസ് പാപ്പ 21 പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. പാപ്പയുടെ ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണത്തെ കൺസിസ്റ്ററിയെ വേറിട്ടതും ലോകശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവവുമായി മാറ്റുന്നതും. ഒട്ടനവധി പ്രത്യേകതകളുണ്ട് 2024 കൺസിസ്റ്ററിക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂരാഷ്ട്ര അടിസ്ഥാനത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാണാൻ സാധിക്കുന്നു എന്നതാണ്. ഫ്രാൻസിസ് പാപ്പ പല കാര്യത്തിലും നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. പൊതുനന്മ കണക്കിലെടുത്തും ഉദാരപരവുമായ സമീപനങ്ങൾ നടത്താറുള്ള മാർപ്പാപ്പയുടെ വാക്കുകൾക്കും നിർദ്ദേശങ്ങൾക്കും ലോകരാഷ്ട്രങ്ങൾ പോലും സസൂക്ഷ്മം ശ്രദ്ധ നൽകാറുണ്ട്. യുദ്ധം അനുദിനം കൊടുമ്പിരി കൊള്ളുന്ന ഒരു അന്തരീക്ഷത്തിൽ കർദിനാൾമാരാകാൻ ഫ്രാൻസിസ് പാപ്പ തെരഞ്ഞെടുത്തവരിൽ 3 പേർ സെർബിയ, ഇറാൻ, യുക്രൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരാണ് എന്നത് ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ്. സെർബിയയിലെ ബെൽഗ്രേഡ് ആർച്ച് ബിഷപ്പ് വ്ളാഡിസ്ലാവ് നെമറ്റിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ നാളുകളായി നീണ്ടുനിന്ന രാജ്യത്തെ ഓർത്തഡോക്സ് സഭയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അറുതി വരും എന്ന പ്രതീക്ഷയിലാണ് വത്തിക്കാനും സെർബിയയും. ഒപ്പം മോസ്കോയുമായുള്ള ബന്ധവും കൂടുതൽ ഊഷ്മളമാകും. കൂടാതെ നാളുകളായി നീട്ടിവെച്ചിരുന്ന സെർബിയയിലേക്കുള്ള അപ്പസ്തോലിക യാത്രയും അധികം വൈകാതെ സാധ്യമാകും. അടുത്തത് യുദ്ധാന്തരീക്ഷത്തിൽ കഴിയുന്ന യുക്രൈന് ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്നായി ബിഷപ്പ് മൈക്ലോ ബൈച്ച്കോക്കിന്റെ കർദിനാൾ പദവി പ്രഖ്യാപനം. ഇറാനോടുള്ള പാപ്പയുടെ കരുതലാണ് ടെഹ്റാൻ ആർച്ച് ബിഷപ്പായ ജോസഫ് മാത്യുവിന്റെ കർദിനാൾ പദവി പ്രഖ്യാപനം. ആഫ്രിക്കയെയും പാപ്പ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. ഐവറി കോസ്റ്റിൽ നിന്നുള്ള 63-കാരനായ ആർച്ച് ബിഷപ്പ് ഇഗ്നേസ് ബെസി ഡോഗ്ബോ, അൾജീരിയയിൽ നിന്നുള്ള 62-കാരനായ ആർച്ച് ബിഷപ്പ് ജീൻ പോൾ വെസ്കോ എന്നിവരും ഇനി കർദിനാൾ സംഘത്തിൽ ഉണ്ടാകും. ഇറ്റലിയിൽ നിന്ന് 5 പേരെയാണ് പാപ്പ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ടൂറിൻ ആർച്ച് ബിഷപ്പ് റോബർട്ടോ റിപ്പോലെ, റോമ രൂപതയുടെ വികാരി ജനറൽ ആർച്ച് ബിഷപ്പ് ബാൽഡസാറെ റെയ്ന, ഫാദർ ഫാബിയോ ബാഗിയോ, നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ ബെറ്റഗ്ലിയ, ആർച്ച് ബിഷപ്പ് ആഞ്ചലോ അസർബി എന്നിവരാണ് ഇറ്റലിയിൽ നിന്നുള്ള 5 കർദിനാൾമാർ. കർദിനാൾ പദവി പ്രഖ്യാപനത്തിൽ വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ളവരെ ഫ്രാൻസിസ് പാപ്പ പ്രത്യേകം പരിഗണിക്കുന്നു എന്നതാണ് ഫ്രാൻസിസ് പാപ്പയുടെ കൺസിസ്റ്ററികളെ മറ്റു മാർപ്പാപ്പമാരുടെ കൺസിസ്റ്ററികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. 2024 കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന 21 കർദിനാൾമാരിൽ പകുതി പേരും വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ്. കൃത്യമായി പറഞ്ഞാൽ 10 പേർ. 3 ഫ്രാൻസിസ്കൻസ്, 2 വെർബിറ്റി, 2 ഡൊമിനിക്കൻസ്, വിൻസിഷ്യൻസ്, സ്കാലബ്രിയൻസ്, റെഡംറ്ററിസ്റ്റ് സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തവണ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഫ്രാൻസിസ് പാപ്പ തന്നെയും ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിൽ നിന്നുള്ള വ്യക്തിയാണ് എന്നത് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പയായ ശേഷം നടത്തിയ 10 കൺസിസ്റ്ററികളിൽ എല്ലാം തന്നെ വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ സന്യാസ സമൂഹാംഗങ്ങൾ ഉൾപ്പെട്ട കൺസിസ്റ്ററി എന്ന പ്രത്യേകതയും 2024 കൺസിസ്റ്ററിക്ക് ഉണ്ട്. ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ സന്യാസ സമൂഹാംഗങ്ങൾ ഉൾപ്പെട്ട കൺസിസ്റ്ററി 2019 കൺസിസ്റ്ററി ആയിരുന്നു. അന്ന് 13 കർദിനാൾമാരിൽ 8 പേർ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ളവർ ആയിരുന്നു. ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പ ആയ ശേഷം നടത്തിയ 10 കൺസിസ്റ്ററികളിലായി ഇതുവരെ 163 പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ 55 പേർ 20 സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സന്യാസ സമൂഹാംഗങ്ങളെ കർദിനാൾ പദവിയിലേക്ക് പരിഗണിച്ച മാർപ്പാപ്പ എന്ന വിശേഷണവും ഫ്രാൻസിസ് പാപ്പയ്ക്ക് സ്വന്തം. കർദിനാൾ സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ കർദിനാളെയും ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാളിനെയും പ്രദാനം ചെയ്യുന്ന കൺസിസ്റ്ററി എന്ന പ്രത്യേകതയും 2024 കൺസിസ്റ്ററിക്കുണ്ട്. ഇറ്റലിയിൽ നിന്നുള്ള 99-കാരനായ ആർച്ച് ബിഷപ്പ് ആഞ്ചലോ അസർബിയാണ് ഏറ്റവും പ്രായം കൂടിയ കർദിനാൾ.
ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ യുക്രൈനിൽ നിന്നുള്ള 44-കാരനായ ബിഷപ്പ് മൈക്കോല ബൈച്ചോക്കാണ്. ഇരുവരും 2024 കൺസിസ്റ്ററിയിൽ നിന്നുള്ളവരാണ്. കർദിനാൾ സംഘത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവാണ്. മാർപ്പാപ്പ മരണപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്താൽ അടുത്ത പത്രോസിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം കർദിനാൾ സംഘത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കാനോൻ നിയമത്തിലെ 349 വകുപ്പാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. 80 വയസ്സിന് താഴെ പ്രായമുള്ള കർദിനാൾമാർക്കാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുക. ഇവർ കാർഡിനൽ ഇലക്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. 2024 കൺസിസ്റ്ററിക്ക് ശേഷം 253 കർദിനാൾമാരാണ് കർദിനാൾ സംഘത്തിൽ ഉണ്ടായിരിക്കുക. ഇവരിൽ 140 പേർക്ക് 80 വയസ്സിന് താഴെയാണ് പ്രായം. അതുകൊണ്ട് തന്നെ കർദിനാൾ സംഘത്തിൽ ഇനി 140 കാർഡിനൽ ഇലക്ടേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഇവരിൽ 35 പേർ സന്യാസ സമൂഹാംഗങ്ങളാണ് എന്നതും ശ്രദ്ധേയം. പ്രസ്തുത 253 കർദിനാൾമാർ 90 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നതും ഏറെ സവിശേഷത നിറഞ്ഞ വസ്തുതയാണ്. 2024 കൺസിസ്റ്ററി ഭാരതസഭയ്ക്ക്, പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കൺസിസ്റ്ററിയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് കുവക്കാടും ഇനി കർദിനാൾ സംഘത്തിൽ ഉൾപ്പെടുന്നു. പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനങ്ങൾ ക്രമീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു മാർ ജോർജ് കുവക്കാട്. ഒരു വൈദികൻ നേരിട്ട് കർദിനാളാകുന്നത് ഭാരതസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.